കറാച്ചി സ്ഫോടനം ലക്ഷ്യമിട്ടത് ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയെ എന്ന് റിപ്പോർട്ട്. ജിന്ന അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപത്തടക്കം വിവിധയിടങ്ങളിലാണ് സ്ഫോടനമുണ്ടായത്. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് ചൈനീസ് പൗരന്മാരും. SCO രാഷ്ട്രത്തലവന്മാരുടെ ഉച്ചകോടി ഈ മാസം 15-നും 16-നും പാകിസ്ഥാനിൽ വെച്ചാണ് നടക്കുക. വിദേശകാര്യമന്ത്രി S. ജയശങ്കറാണ് ഭാരതത്തെ പ്രതിനിധീകരിക്കുക. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ഈ കറാച്ചി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ചില വഴിത്തിരിവുകൾ വരുന്നുണ്ട്. അതായത് ഷാങ്ഹായ് ഉച്ചകോടിയെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. മരിച്ച 3 പേരും ചൈനീസ് പൗരന്മാരാണ് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. തീർച്ചയായും രോഹിണി, ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ സമ്മേളനം 15-നും 16-നും നടക്കാനിരിക്കുകയാണ്. ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ അത് വാർത്തയാവുകയും ചെയ്തിരുന്നു. അതായത് ഉഭയകക്ഷി ചർച്ചയ്ക്കല്ല, മറിച്ച് ഒരു അന്താരാഷ്ട്ര ഇവൻറ്റിന് വേണ്ടി മാത്രമാണ് താങ്കളവിടെ പോകുന്നതെന്ന് വളരെ വ്യക്തമാക്കിയിരുന്നു S. ജയശങ്കർ ഉൾപ്പെടെയുള്ള നേതാക്കൾ. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, പല രാജ്യങ്ങളുടെ, അതായത് 9ഓളം രാജ്യങ്ങളുണ്ട് ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷനിൽ. ആ 9ഓളം രാജ്യങ്ങളുടെ പ്രധാനമന്ത്രി, ഉന്നത ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ വിദേശകാര്യ ചുമതലയുള്ള ക്യാബിനറ്റ് റാങ്കുള്ള വ്യക്തികളുമാണ് ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ചിലരൊക്കെ അവിടെ ഒരുക്കങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഈ 15-16 ദിവസങ്ങളിൽ സമ്മേളനം നടക്കുന്നതിൻ്റെ മുൻകൂടിയായി നിരവധിയായ കൂടിക്കാഴ്ചകളുടെ എല്ലാം സംവിധാനങ്ങൾ ഒരുക്കേണ്ടി വരും. അതിനുവേണ്ടി നിരവധി ഉന്നതരായ ഉദ്യോഗസ്ഥരും അവിടെ എത്തുന്നൊരു സാഹചര്യമുണ്ട്. ഈ സംഭവം നടക്കുന്നതിന് തൊട്ടടുത്ത്, അതല്ലെങ്കിൽ ഈ മീറ്റിംഗ് നടക്കുന്നതിന് തൊട്ടടുത്ത് തന്നെയാണ്, അല്ലെങ്കിൽ വളരെ അടുത്ത് തന്നെയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത് എന്നത് അതീവ ഗൗരവതരമായൊരു വിഷയമാണ്. മാത്രമല്ല, ഈ കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ ഭാഗം കൂടിയായ ചൈനയുടെ, അതായത് ചൈനയിൽ നിന്നും വളരെ വലിയ തോതിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ സഹകരണമെല്ലാം തന്നെ പാകിസ്ഥാൻ ലഭിക്കുന്നുണ്ട്. ആ ചൈനയുടെ സഹകരണം ലഭിക്കുന്നതിൻ്റെ ഭാഗമായി എഞ്ചിനീയർമാരും അതുപോലെ തന്നെ ചില കോൺട്രാക്ടർമാരും എല്ലാം ചേർന്ന്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിദഗ്ധരെല്ലാം നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ ഒരു ടീമാണ് അന്ന് വിമാനത്താവളത്തിലെത്തിയത്. അവർ പോകുന്ന വഴിയെ ഈ ആക്രമണം ഉണ്ടാവുകയായിരുന്നു. ഇത്തരത്തിലൊരു ലക്ഷ്യം വെച്ചത്, അതായത് ആ മേഖലയിലൊരു സങ്കീർണാവസ്ഥ സൃഷ്ടിക്കുന്നതിനുള്ളൊരു നീക്കത്തിൻ്റെ ഭാഗവും, അതുപോലെ തന്നെ ഒരു പക്ഷേ ഈ മരിച്ച 15 പേരും അല്ലെങ്കിൽ മരിച്ച 3 പേരും അതുപോലെ തന്നെ പരിക്കേറ്റ 10-ലേറെ പേരും ഒരു പക്ഷേ നയതന്ത്ര ഉദ്യോഗസ്ഥരായിരുന്നിരിക്കാമെന്നൊരു തെറ്റിദ്ധാരണ, അല്ലെങ്കിൽ നയതന്ത്രവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ SCOവുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥരായിരിക്കാം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവരായിരിക്കാമെന്നൊരു തെറ്റിദ്ധാരണയുടെ കൂടി വിഷയത്തിലായിരിക്കാം ഈ ആക്രമണം നടന്നത് എന്നാണ് ഇപ്പോൾ രഹസ്യാന്വേഷണ ഏജൻസികളെല്ലാം തന്നെ കൃത്യമായി പറയുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിലൊരു ആക്രമണം, പ്രത്യേകിച്ച് ഇന്ന് ഇത്തരമൊരു സമ്മേളനം, അതായത് ഈ ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ പോലുള്ള സംഘടനകളുടെ സമ്മേളനം നടക്കുമ്പോൾ ഉണ്ടാകാനുള്ള സാധ്യത നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ കൂടി അത് സംബന്ധിച്ച് കൃത്യമായ സൂചനകളൊന്നും തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നില്ല. നിലവിലെ സാഹചര്യത്തിൽ പല റിപ്പോർട്ടുകളും പുറത്തു വരുന്നത് ഇത്തരത്തിൽ അവിടെ എത്തുന്ന, ഈ ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ ഭാഗമായി എത്തുന്ന ഉന്നതരായ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ, നമുക്കറിയാവുന്നതാണ്, ഭാരതത്തിൻ്റെ പോലും പല ഉദ്യോഗസ്ഥരും അവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആരെയാണ് ലക്ഷ്യം വെച്ചത് എന്നതാണ് അതീവ ഗൗരവതരമായൊരു വിഷയം. അത്തരത്തിലൊരു പ്രശ്നം നിലനിൽക്കുന്നു, ഇവരെ ലക്ഷ്യം വെച്ചിരിക്കുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യം. നിലവിലെ സാഹചര്യത്തിൽ ആ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും 15-16 ദിവസങ്ങളിൽ SCO മീറ്റ് നടക്കും എന്ന വിവരം തന്നെയാണ് ഇതുവരെ നമുക്ക് ലഭ്യമാകുന്നത്. അത് നീട്ടിവെക്കുന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല എന്നതാണ്, അല്ലെങ്കിൽ സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടുകളൊന്നും ലഭ്യമായിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ ഈ 9 രാഷ്ട്രങ്ങളിലെയും രാഷ്ട്രത്തിലെ പ്രമുഖരായ, അതായത് വിദേശകാര്യത്തിൻ്റെ ചുമതലയുള്ള ഉന്നത ക്യാബിനറ്റ് റാങ്കുള്ള വ്യക്തികൾ എത്തുന്ന ഒരു സാഹചര്യത്തിൽ ശക്തമായ ഒരു ആക്രമണം നടത്തിയത് ഒരു സൂചന തന്നെയാണ് എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. രോഹിണി. അതെ, എന്തായാലും കറാച്ചി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയെ ലക്ഷ്യം വെച്ചായിരുന്നു ഈ സ്ഫോടനം നടന്നത് എന്നുള്ള ചില സൂചനകൾ വരുന്നുണ്ട്. കാരണം മരിച്ച 3 പേരും ചൈനീസ് പൗരന്മാരാണ്. നിരവധി വിദേശ ഉന്നത ഉദ്യോഗസ്ഥർ ഈ ഉച്ചകോടിയോടനുബന്ധിച്ച് എത്താനിരിക്കെയാണ് ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടായത് എന്നുള്ളതാണ് അതീവ ഗൗരവതരമായ വസ്തുത. ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.